അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഒരു ബ്ലാക്ക് ചാർട്ടിൽ വളരെ ഭംഗിയായിട്ട് എങ്ങനെ ഒരു അറബിക് കാലിഗ്രാഫി ആർട്ട് ചെയ്തെടുക്കാമെന്നാണ്. ഇത് നമുക്ക് ചുമരിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ചാർട്ടാണ്. ബ്ലാക്ക് ചാർട്ടിൽ ഞാൻ ഡബിൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് അള്ളാഹു എന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ പെൻസിൽ കൊണ്ട് അള്ളാഹു, മുഹമ്മദ് എല്ലാം ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് ഇതിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു വൈറ്റ് പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡബിൾ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ അതിലൊരു കല വരും, അതിലൊരു മാർക്ക് കിട്ടും. അത് മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു വൈറ്റ് പെൻസിൽ കൊണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇതൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറബിക് കാലിഗ്രാഫി എഴുതാൻ അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ കോപ്പി എടുക്കുക, അതിനുശേഷം ഇതിലോട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഇതുപോലെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഔട്ട്ലൈൻ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലിറ്റർ ആവശ്യമുണ്ട്. ഇതൊരു 5 രൂപയുടെ പാക്കറ്റായിരുന്നു. ഞാൻ ഇതുപോലൊരു ബൗളിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കൊട്ടിക്കൊടുക്കാം. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡായി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ കളറ് വീണ്ടും നമുക്ക് ഗ്ലിറ്റർ ഫില്ല് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലുള്ള മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഔട്ട്ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കളറ് ഒന്നും കൂടെ അകത്തുനിന്നും കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഗ്ലൂ ഇതിൻ്റെ ഉള്ളിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്രെഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇയർബഡ്സൊക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്കൊരു 3D എഫക്റ്റാണ് കിട്ടുന്നത്. നമ്മൾ ചെറിയൊരു എഫേർട്ടാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ഇതേ സെയിം മെത്തേഡ് നിങ്ങൾക്ക് വലിയ ചാർട്ടിൽ സൂറത്തിൽ ഇലാസ് ആയത്തെക്കുറിച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ, എഴുതാൻ അറിയാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ കോപ്പി എടുക്കുക. അതിനുശേഷം ഒരു നല്ല ഷാർപ്പ് എഡ്ജ് കൊണ്ട് അതിൻ്റെ മേലെ കൂടെ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് താഴെ വെക്കുക. അതിനുശേഷം ഷാർപ്പ് എഡ്ജുള്ള ഒരു പെൻസിലോ കോമ്പസിൻ്റെ മുനമ്പ് കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കും. അതിൻ്റെ ഒരു ഇത് വരും. അതിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് ചാർട്ടിൽ അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം ഈ സെയിം മെത്തേഡിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓൺലൈൻ ക്ലാസ് ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഇതുവരെ എല്ലാവർക്കും ഡൗട്ടാണ്. എല്ലാവരും കമൻറ്റിലൂടെയാണ് ചോദിക്കുന്നത് ആഡ് ചെയ്യുമോയെന്ന്. പക്ഷേ ഞാൻ ഒന്നും കൂടെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരെയും ഞാൻ ലേഡീസ് ഓൺലിയാണ്, അതുകൊണ്ട് എല്ലാ ലേഡീസിനെയും ഞാൻ തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ FBയിലോ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, വോയിസ് മെസ്സേജ് അയക്കുക, ഡയറക്റ്റ് വോയിസ് മെസ്സേജ് അയക്കുക. രണ്ടിൻ്റെയും ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മുഴുവനും ആദ്യം ഗ്ലൂ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ കളർ കൊട്ടിക്കളഞ്ഞ് ഇതുപോലെ ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബോർഡറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒന്നും നിർബന്ധമില്ല. ഇത് ഫ്രെയിം ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ ചട്ട കൊണ്ടൊരു ഉണ്ടാക്കിയ ഫ്രെയിം മാത്രമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വീണ്ടും നമുക്കിതുപോലെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമുക്കൊരു 5 രൂപയുടെ ഗ്ലിറ്റർ പൗഡർ കൊണ്ട് ഇത് മുഴുവനും ചെയ്തെടുത്താൽ ഇത് ബാക്കിയായി വരുന്നുണ്ട്. അപ്പോൾ ചാർട്ടിന് നല്ല വലിയ ചാർട്ടിന് 70x50 എങ്ങാനും ചാർട്ടിന് 10 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. വളരെ ചിലവ് കുറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും.
ഇപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ കാണുന്ന പോലെ മുഴുവനായിട്ട് കൊട്ടിക്കളി. അതിനുശേഷം നമുക്ക് നല്ലൊരു ബോർഡറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കാണിത്. വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരിക. അപ്പോൾ വളരെ ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരു 3D ലുക്കാണ് നമുക്കിതിന് കിട്ടുന്നത്. വളരെ ഭംഗിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റ് വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇത്രയും എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ചില മെസ്സേജൊക്കെ റിക്വസ്റ്റിൽ പോയിട്ട് ചിലപ്പോൾ കാണാറില്ല. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വോയിസ് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയും വരുന്നത് വരെ ബൈ ബൈ.